ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഷൂട്ടെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഞാനൊരു വെറൈറ്റി പിടിച്ചേക്കണം. വേറെ ഒന്നുമല്ല, ഒരു മുസ്ലിം ബ്രൈഡൽ ഷൂട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം, കുറച്ച് ബ്രൈഡൽ ഷൂട്ടൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഫൈനലി എനിക്കിപ്പോൾ ടൈം കിട്ടിയിരിക്കണം. അപ്പം ഞാനിതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ. ഞങ്ങളൊരു വിഷു ഷൂട്ട് ചെയ്തിട്ടുണ്ടായി, അതൊരു 1 ഇയർ മുന്നേ ആണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഷൂട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആളുടെ വീട്ടിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എന്നെ കൂട്ടാൻ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. എൻ്റെ ഇവിടുന്ന് ഒരു 1 അവറോളം ഉണ്ട് അവരുടെ വീട്ടിലേക്ക്. ബട്ട് ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കും, എത്ര ദൂരം വേണമെങ്കിലും ഞാൻ പോകും. അപ്പം അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ്. ഇപ്പം എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഇനി എന്ത് മേക്കപ്പ് ഷൂട്ടിനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ഞാനിത് എപ്പോഴും കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇവിടെ ഞാൻ മസ്കാര പോലും ഇട്ടിട്ടില്ല, ഒന്നും ഇല്ല. കണ്ടോ, ഒന്നും ഇല്ല. എൻ്റെ പ്ലെയിൻ ഫേസാണിത്. അപ്പം ഇനിയിപ്പം അതായത് ഞാനിപ്പോൾ പൊതുവേ ഞാൻ മേക്കപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് ഭയങ്കര മേക്കപ്പ് ഓവറാണല്ലോ. അതെൻ്റെ ഫേസിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമില്ല. അവരുടെ മേക്കപ്പൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവരും എന്നോട് പറയണത് എന്താ വെച്ചാൽ നിനക്ക് എന്തൊരു മേക്കപ്പ് ആയിരുന്നു, അത് ബോറായിരുന്നു. പക്ഷേ അത് എൻ്റെ ഫേസിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഇന്ന് കാണാൻ പറ്റും ആ വീഡിയോയിൽ. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്നെ കൂട്ടാനായിട്ട്. ഞങ്ങളിപ്പോൾ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര വെയിലാട്ടോ. കാരണം 2 മണിയാണ് അവളവിടെ എത്താനുള്ള സമയം പറഞ്ഞത്. അപ്പോൾ 1 മണി സമയത്താണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര വെയിൽ, എൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ വെള്ളം വന്നുണ്ടായി. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, ആക്ച്വലി 1 അവർ ഒന്നും ഉണ്ടായില്ല, ഒരു 3/4 മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തി. ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ നോക്കി, അവിടെ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞാനതൊക്കെ ഒന്ന് ഇട്ട് നോക്കി, കുറച്ച് നേരം ഒന്ന് സ്റ്റൈലാക്കി നടന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് തുടങ്ങാൻ പോകണം. ആദ്യം അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഡ്രസ്സ് ഇട്ടിട്ട് ഇരുന്നോളാൻ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് 1 അവർ കളഞ്ഞു. കാരണം 4:15 ആകുമ്പോൾ ആൾ വരുന്നു പറഞ്ഞു. അപ്പോൾ 3 o'clock ആയപ്പോഴാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഹെയർ ഇനി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മളെ ഹെയർ സെറ്റിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ഓർണമെൻറ്റ്സ് ഇട്ടുണ്ടായി. ഞാൻ എല്ലാത്തിൻ്റെയും ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇനി തട്ടമിടാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടാൽ നമ്മുടെ ഫുൾ ലുക്ക് റെഡി. അപ്പോൾ നമ്മുടെ ലുക്കൊക്കെ കംപ്ലീറ്റ് സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് അവിടെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് കുറച്ച് നേരം ഒരു 1/2 അവർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം ഈ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ID എന്ന് പറയുന്നത് ഹഞ്ചാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാട്ടോ. അപ്പോൾ എല്ലാവരും അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്യുക. ഫോർ ബെറ്റർ എൻക്വയറീസ് യു ക്യാൻ കോൺടാക്ട് ദം. സോ ഇത്രയോളം ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഓൾ, ബൈ, ലവ് യു.